ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസിപ്പിയുടെ പേര് കിങ് ചിക്കൻ എന്നാണ്. കിങ് ചിക്കൻ അല്ലെങ്കിൽ റിച്ച് ചിക്കൻ എന്ന് പറയും. അതിന് 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണം. എല്ലാ പീസിനും ഇങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കണം, മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇത് കിങ് ചിക്കൻ എന്ന് പറയാൻ കാരണം ഇതിലൊരു പ്രത്യേകമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്ന കാരണമാണ് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് പതിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് മസാലയൊക്കെ പരട്ടി വെച്ച് ഇത് വറുത്തെടുക്കണം. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചിക്കൻ പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ഇടണം. അതിനായിട്ട് 2 സ്പൂണോളം അരിപ്പൊടി, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂണോളം മൈദമാവാണ്. 2 സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇപ്പോൾ 2 കിലോ കോഴി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി 3 സ്പൂണിന് പകരം 2 സ്പൂൺ ചേർത്താൽ മതി. സാധാരണ മുളക് പൊടി ഒരു 3/4 സ്പൂണോളം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി ചതച്ച് നന്നായി പേസ്റ്റാക്കി എടുത്തതാണ്, അത് ഇതിൽ ചേർക്കാം. പിന്നെ ഒരു കോഴിമുട്ട ചേർക്കണം. കോഴിമുട്ട ഒരെണ്ണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങയാണിത്, അതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നന്നായി ഫ്രൈ ആയി കിട്ടും, ഫുള്ള് വേവും ചെയ്യും. ചിക്കൻ നന്നായിട്ട് ഒരിഞ്ഞുണ്ട്, നമുക്കത് മറിച്ചിടാം. ചിക്കൻ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പീസും നമുക്ക് വറുത്തെടുക്കാം. ചിക്കൻ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കണം. ഗ്രേവി ഉണ്ടാക്കാൻ എനിക്ക് മസാലക്കൂട്ടുകൾ പറയാം. ഞാൻ ഇവിടെ പെരുംജീരകം ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 3 കറുകപ്പട്ട, അതുപോലെ തന്നെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. 4 കരയാമ്പൂ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വലിയ സബോള സ്ലൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ നമ്മുടെ കാഷ്യൂനട്ട് നന്നായി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ട്, മസാലപ്പൊടി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിൽ മുളക് പൊടി, ഇത്രയും ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം 3 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടി 3 സ്പൂണ്, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയുടെ പൊടി 1 സ്പൂണ്. ചിക്കൻ മസാലയുടെ പൊടി ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റ് മസാല ആയാലും മതി, അതും ഇല്ലെങ്കിൽ ഗരം മസാല മാത്രം മതി. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീയെ മീഡിയത്തിലിടാൻ പാടുള്ളൂ, മീഡിയത്തിലിട്ടിട്ട് എല്ലാം ചെയ്യാൻ പാടുള്ളൂ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ കരയാമ്പൂവും ഗ്രാമ്പൂവും ഏലക്കയും പട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക.
അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. സവാള ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായി ഇളക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട ശേഷം ഇനി വേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നന്നായി അങ്ങോട്ട് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ പൊടി ചേർക്കാൻ പാടുള്ളൂ. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുളകൊക്കെ ഉള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായി ഇടുമ്പോൾ കരിയാൻ സാധ്യതയുള്ള കാരണം ഒരുമിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. അതിന് ശരിക്കും തക്കാളി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് നന്നായി ഇളക്കിയ ശേഷം തീയെ സിമ്മിൽ വെച്ചിട്ട് നന്നായി അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി വേവണ വരെ തീ കുറച്ച് വെച്ച് വേവിക്കണം. തക്കാളി നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം എണ്ണ തെളിയും വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇറച്ചിയിൽ ഉപ്പ് ചേർത്തുണ്ടെന്ന് ഓർമ്മ വേണം. കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കണം. ഇത് നന്നായി വറ്റിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് അരച്ച് വെച്ചിരിക്കുന്നില്ലേ, കാഷ്യൂനട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. അരച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇളക്കുക. കാഷ്യൂനട്ട് അരച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ടുണ്ട്. ചെറു തീയിലിട്ടിട്ട് ഇതും ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഇളക്കി എണ്ണ തെളിയുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ചേർത്താൽ നമ്മുടെ റിച്ച് ചിക്കൻ, കാഷ്യൂനട്ട് ചേർത്ത് കഴിഞ്ഞാൽ റിച്ച് ചിക്കൻ തന്നെയാണ് പറയുക. ഇത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതിനെ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം ചെറു തീയിൽ വെച്ച ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കിങ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. കാഷ്യൂനട്ട് ചേർത്ത കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.